അല്ലാഹുവിന്റെ ഭൂമികളിലെ ഏറ്റവും ഷർറായ ഏറ്റവും ദുഷിച്ച സ്ഥലങ്ങൾ ഏതാണ്? ജിബ്രീലേ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോൾ ഏറ്റവും നല്ല ഖൈറുൽ ബിഖാ മസ്ജിദുകളാണ്. ഖൈറുൽ ബിഖാ, അല്ലാഹുവിന്റെ ഭൂമിയിലെ പ്രപഞ്ചത്തിലെ ഏറ്റവും നല്ല സ്ഥലങ്ങൾ മസ്ജിദുകളാണത്രേ, അല്ലാഹുവിന്റെ മസ്ജിദുകളാണ്. ശർറുൽ ബിഖാ, ഏറ്റവും മോശപ്പെട്ടത് അസ്വാഖുഹാ. ദഅനി അസ്അലുൽ അലിയ്യൽ ഖദീർ. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ, എല്ലാം അറിയുന്ന അല്ലാഹുവിനോട് ഞാൻ ചോദിക്കട്ടെ എന്താണ് അതിന്റെ ഉത്തരമെന്ന്. അങ്ങാടികളെ കുറിച്ച് പറഞ്ഞു. അങ്ങാടികൾ അല്ലാഹുവിന്റെ ദൃഷ്ടിയിൽ ഏറ്റവും ഷർറായ സ്ഥലങ്ങളാണ്. നമ്മളാണെങ്കിലോ ഷോപ്പിംഗ് മാളുകളിലേക്ക് ഓടും അല്ലേ, അങ്ങാടികളിലേക്ക് ഓടുന്നു, മാർക്കറ്റുകളിലേക്ക് ഓടും, ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോകാം. വെറുതെ ഒരു ഹാങ് ഔട്ടിന് പോകരുതെന്നായി പറയുന്നത്. എന്തേ കാരണം പറഞ്ഞെന്നറിയോ? അങ്ങാടികളിലാണ് ഏറ്റവും കൂടുതൽ നുണ പറയുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് സാധനം കൊണ്ടുവന്നിട്ട് ഒറിജിനലാന്ന് പറയും. ഈ സാധനത്തിന് ഇത്ര ക്വാളിറ്റി ഉണ്ടെന്ന് പറയും. ഇതിന് ഇത്രയാണ് എനിക്ക് മുതല്, എനിക്ക് ഇത്ര ഇതിന് മുതലുണ്ട്, അതുകൊണ്ട് ലാഭം ഇത്രയുള്ളൂ, പിന്നെ കരണ്ടും വെള്ളമൊക്കെ കൊടുക്കണ്ടേ എന്ന് പറയും. ആ പറയുന്ന നുണയായിരിക്കും, ഇല്ലാത്ത കണക്കായിരിക്കും പറയുന്നുണ്ടാവുക. അള്ളാനെയാണ് സത്യം എന്ന് പറഞ്ഞ് നുണ പറയും. ഇതൊക്കെ നടക്കപ്പെടുന്ന സ്ഥലമാകയാൽ അങ്ങാടികളെ അള്ളാഹുവിന്റെ വെറുപ്പാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്. അങ്ങാടിയിലേക്ക് കയറുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നൊരു മനുഷ്യൻ ചൊല്ലിയാൽ ആ മനുഷ്യന് 10 ലക്ഷം ഹസനത്തുകൾ അല്ലാഹു നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങാടി കയറുമ്പോൾ, ഒരു ഷോപ്പ് കയറുമ്പോൾ കയറിയിട്ട് ചെല്ലുന്നില്ല, കയറുന്നതിന് മുമ്പ് അങ്ങ് ചൊല്ലിക്കയറാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു. എന്നിട്ട് ബാക്കി ഒന്ന് ചെറിയ മാറ്റമുണ്ട്. യുഹ്യി വയുമീതു കണ്ട് വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒറ്റ തവണ ചൊല്ലിയാൽ 10 ലക്ഷം കൂലിയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ എന്നിവർ പറയാൻ, അങ്ങാടിയിൽ കയറുമ്പോഴല്ലേ ഈ ദിക്ർ ചൊല്ലാൻ പറ്റുള്ളൂ. ആ ദിക്ർ ചൊല്ലി 10 ലക്ഷം കൂലി വാങ്ങിക്കാൻ വേണ്ടി മാത്രം ഞങ്ങളൊക്കെ മദീനയിൽ അങ്ങാടിയിൽ കയറിയിട്ട് പോരും. ഒന്നും വാങ്ങിക്കാനല്ല, ആ ദിക്ർ ചൊല്ലിയ കൂലി കിട്ടാൻ. ഷോപ്പിംഗ് മാളിലൊക്കെ കയറുമ്പോൾ ഈ ദിക്ർക്ക് ഓർമ്മ വരാൻ സാധ്യത ഉണ്ടോ? എവിടെ ഓർമ്മ വരാനല്ലേ? തഖാറുബുൽ അസ്വാഖ്, അങ്ങാടികൾ അടുത്തടുത്ത് വരുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിലുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങാടികൾ അടുത്തു വരും. തഖാറുബ്, അടുത്തടുത്ത് സിറ്റികൾ വരും, അടുത്തടുത്ത് ടൗണുകൾ വരും, മുക്കിലും മൂലയിലും ഷോപ്പുകൾ. അത് മാത്രല്ല, ആമസോൺ, നമ്മുടെ മൊബൈൽ ഫോണിലെ ആപ്പുകളിൽ ഇന്റർനാഷണൽ ഷോപ്പുകളുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം വീട്ടിലേക്ക് എത്തുന്നു. ഓരോരുത്തരുടെയും കൈകളിൽ ഷോപ്പിംഗ് മാളുകളാ കയ്യിലുള്ളത്. അങ്ങനത്തെ ഒരു കാലഘട്ടം ഹബീബായ തങ്ങളെന്ന് പറഞ്ഞു. തഖാറുബുൽ അസ്വാഖ്, അങ്ങാടികൾ അടുത്തു വരുന്ന കാലം. അന്ന് മക്ക കഴിഞ്ഞാൽ അടുത്ത അങ്ങാടി കിട്ടണമെങ്കിൽ മിനിമം ത്വായിഫിലെത്തണം 60 കിലോമീറ്റർ. പിന്നെ അടുത്ത സിറ്റി കിട്ടണമെങ്കിൽ വടക്ക് പടിഞ്ഞാറ് മദീനയിലെത്തണം 500 കിലോമീറ്റർ. അല്ലെങ്കിൽ ഇങ്ങോട്ട് താഴോട്ട് ജിസാനിലേക്ക് പോകണം, ഈസ്റ്റിലേക്ക്. പക്ഷേ ഇന്ന് അങ്ങാടികൾ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? തഖാറുബുൽ അസ്വാഖ്, അതൊരു നല്ല പ്രവണതയുടെ ലക്ഷണമല്ലെന്നാണ് ഹദീസിന്റെ ഭാഷ്യം. നമ്മുടെ വിഷയം സഇർ ലനാ യാ റസൂലല്ലാഹ്. ഹബീബായ നബി തങ്ങൾ കച്ചവടക്കാരുടെ വിഷയത്തിൽ അങ്ങനെ ഒരു നിലപാടെടുക്കാൻ തങ്ങൾ തയ്യാറാവാതിരിക്കാൻ കാരണം പറഞ്ഞത്, കച്ചവടം ചെയ്യുന്നവരോട് ഞാൻ അനീതി ചെയ്യലാവും. അത് കാരണം പൂഴ്ത്തിവെപ്പോ കരിഞ്ചന്തയോ അല്ല അവർ ചെയ്യുന്നത്. സാധാരണഗതിയിൽ സാധനങ്ങൾക്ക് വില കൂടുന്നുണ്ട്, ആ വിലകൾ നിയന്ത്രിക്കണം നബിയെ എന്നാണ് തങ്ങളോട് പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് നബി തങ്ങൾ സമ്മതിച്ചില്ല. അതിന് കാരണം പറഞ്ഞത് അതാണ്. അല്ലാഹു ഹുവൽ മുസഅ്ഇർ. ഇന്നല്ലാഹ ഹുവൽ മുസഅ്ഇറുൽ
ഖാബിദുൽ ബാസിത്തുർ റാസിഖ്. അല്ലാഹു റാസിഖാണ്, റിസ്ഖ് നൽകുന്നത് അല്ലാഹുവാണ്. വ ഇന്നി ലഅർജു അൻ അൽഖാ റബ്ബി, ഞാൻ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് നാളെ കടന്നു ചെല്ലുമ്പോൾ യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, ജനങ്ങളെല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ദിവസം, ഭയാനകമായ ഒരു ചോദ്യം ചെയ്യലിനെ നേരിടുന്ന ഒരു ദിവസം. വമാ മിൻകും മിൻ അഹദിൻ ഇല്ലാ വയുകല്ലിമുഹു റബ്ബുഹു ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ, നിങ്ങളിൽ ഓരോരുത്തരോടും അല്ലാഹു നാളെ നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കുമെന്നും നേരിട്ട് സംസാരിക്കുമെന്നും നിങ്ങൾക്കും അല്ലാഹുവിനും ഇടയിൽ ഒരു വിവർത്തകനില്ലാതെ, ഒരു തർജ്ജമക്കാരനില്ലാതെ, ഒരു ഇടനിലക്കാരനില്ലാതെ ഓരോരുത്തരോടും ഓരോ മനുഷ്യനോടും അല്ലാഹു നേരിട്ട് സംസാരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചോദ്യത്തിന്റെ ഒരു നേരത്തേക്ക് ഉത്തരം കണ്ടുവെക്കണമേ എന്ന് ഹബീബായ നബി തങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. അവിടുത്തെ ജീവിതം ഈ ഓർമ്മപ്പെടുത്തലാണ്. അവിടുന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ വലൈസ അഹദും മിൻകും യതുലുബുനി ബിമദ്ലമ, നിങ്ങളിൽ ആരും നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ വന്നുകൊണ്ട് റബ്ബേ ഈ നബി എന്നോട് അനീതി ചെയ്തു എന്ന് എന്നോട് ഒരു അനീതിയുടെ പരാതി പറയരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. ഫീ ദമിൻ, ഒരാളെ അടിച്ചുവെന്നോ, ഒരാളെ പ്രഹരിച്ചുവെന്നോ, ഒരാളെ വധിച്ചുവെന്നോ, ഒരാളുടെ ചോര ചിന്തിയെന്നോ, ഒരാളെ വേദനിപ്പിച്ചുവെന്നോ ഒരാളും എൻ്റെ റസൂൽ എന്നെ ഉപദ്രവിച്ചുവെന്ന് എൻ്റെ റബ്ബിനോട് പറയരുത്. അങ്ങനെ അല്ലാഹുവിനെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വലാ മാലിൻ, സമ്പത്തിന്റെ വിഷയത്തിലോ ഒരാളും എൻ്റെ മുമ്പിൽ വരരുത്. അല്ലാഹുവിനോട് വന്ന് പരാതി പറയരുത്, നബി തങ്ങൾ എനിക്ക് സാമ്പത്തികമായ പ്രയാസമുണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് എൻ്റെ റബ്ബിന്റെ മുമ്പിൽ വെച്ച് ആരും എന്നെപ്പറ്റി പരാതി പറയരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഈ വിഷയത്തിൽ കച്ചവടക്കാരെ നിയന്ത്രിക്കുന്നത് ശരിയല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദ്ലമത്ത് അൽളുൽമു ദുലുമാതുൻ യൗമൽ ഖിയാമ, അനീതി എന്നത് പല വിധമാണ്. അനീതി നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ ഇരുട്ടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും നല്ല മനുഷ്യൻ സംഹുൻ ഇദാ ബാഅ വസംഹുൻ ഇദാ ഇശ്തറാ, വാങ്ങിക്കുമ്പോഴും വിൽക്കുമ്പോഴും മാന്യമായി പ്രയാസപ്പെടുത്താതെ ബുദ്ധിമുട്ടാക്കാതെ കച്ചവടം ചെയ്യുന്നവരും ബുദ്ധിമുട്ടാക്കാതെ വാങ്ങിക്കുന്നവരുമാണ് ഏറ്റവും നല്ല മനുഷ്യരെന്ന് മുഅ്മിനീങ്ങളിൽ ഏറ്റവും നല്ലവരെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞു. സംഹൻ ഇദാ ബാഅ, സംഹൻ ഇദാ ഇബ്താഅ, വസംഹൻ ഇദാ ഇശ്തറാ. വാങ്ങിക്കുമ്പോൾ പ്രയാസപ്പെടുത്തരുത്. എങ്ങനെ? ഒരാൾ വന്നിട്ട് ഒരു കസ്റ്റമർ വന്ന് ഒരു കച്ചവടക്കാരനോട് 10-15 മിനിറ്റ് ഒക്കെ സംസാരിച്ച് എന്നാ ഞാൻ നാളെ വരട്ടോ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവുക. അതാ കച്ചവടക്കാരന്റെ സമയം നഷ്ടപ്പെടുത്തലാണ്. വാങ്ങിക്കാൻ ഉദ്ദേശമല്ല, ഇതെത്രയാ, ഇതിനെത്രയാ, ഇതെന്താ, അതങ്ങനെയാ, വേറെ കളറുണ്ടോ, വേറെ കമ്പനി ഉണ്ടോ, ഇതൊക്കെ നോക്കി ആ സാധു താഴെന്നും മേലെന്നും സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചിട്ട് തന്ന് പറഞ്ഞു വേളൊക്കെ പറഞ്ഞ് എന്നാ പിന്നെ ഞാൻ വരട്ടോ. എന്തിന്? അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു മനുഷ്യന്റെ സമയമല്ലേ കളയുന്നത്? അയാൾക്ക് ആ നേരം കൊണ്ട് വേറെ എന്തെല്ലാം പണി ചെയ്യാൻ, വേറെ എത്ര കസ്റ്റമറെ ഡീൽ ചെയ്യാൻ പറ്റും? അയാൾ ശപിക്കൂലേ, ഈ മനുഷ്യൻ എന്റെ സമയം വെറുതെ കളഞ്ഞല്ലോ? അങ്ങനെ ചെയ്യരുത്. കച്ചവടക്കാരും അങ്ങനെയാണ്, കസ്റ്റമറോട് ഏറ്റവും നന്നായി പെരുമാറണമെന്നാണ്. സംഹൻ ഇദാ ബാഅ, കച്ചവടം ചെയ്യുമ്പോൾ വളരെ പുഞ്ചിരിച്ചും സ്നേഹത്തോടെയും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കച്ചവടം എന്നത് ഇബാദത്താണ്.
കച്ചവടം ഒരു ഇബാദത്താണ്. കച്ചവടം ജനങ്ങൾക്ക് സേവനം ചെയ്യലാണ്. ജനങ്ങളുടെ അവശ്യ സാധനങ്ങളെ അവർക്ക് എത്തിച്ചു കൊടുക്കലാണ്. അവർക്ക് ജീവിക്കാൻ ആവശ്യമായത് സൗകര്യം ചെയ്തു കൊടുക്കലാണ്. അങ്ങനത്തെ ഒരു സംവിധാനമാണ് കച്ചവടം. അതുകൊണ്ട് പൈസ ഉണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രമാവരുത്. കച്ചവടക്കാർ മുഴുവനും ഞങ്ങൾ ജനസേവനം കൂടിയാണ് ചെയ്യുന്നത് എന്ന് നിയ്യത്ത് വെച്ചാൽ അതിന് കൂലി കിട്ടും. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് അവറുകൾ കച്ചവടക്കാരോട് എപ്പോഴും പറയാറുണ്ടത്, അത്തിപ്പറ്റ ഉസ്താദിന്റെ ആ ഒരു ത്വരീഖത്തിൽ ഇന്ന് ജീവിച്ചിരിപ്പുള്ള 2 മഹാന്മാരാ ഉള്ളത്. ഉസ്താദിൽ നിന്ന് നേരിട്ട് അതിന്റെ ഖിലാഫത്ത് വാങ്ങിക്കുകയും ബൈഅത്ത് കൊടുക്കാൻ അധികാരവുമുള്ള 2 മഹാന്മാർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഒന്ന് ബഹുമാന്യരായ ബാഅലവി പുക്കോയ് തങ്ങളവറുകൾ, പിന്നെ മഹാനായ ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദവി ഉസ്താദ്. ഈ 2 മഹാന്മാരെയാണ് അത്തിപ്പറ്റ ഉസ്താദ് ആ ദൗത്യം ഏൽപ്പിച്ചു പോയത്. ബഹാവുദ്ദീൻ ഉസ്താദിനെ അറിയാത്തവരുണ്ടാവും. ഉസ്താദിന് ഇങ്ങനെ ഒരു ആത്മീയ സരണിയുടെ ഉത്തരവാദിത്വം മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് ഏൽപ്പിച്ചു കൊടുത്തതാണ്. ഞാൻ പറയുന്നത് ബാലിവിത്തങ്ങള് ഇതേപോലെ ഏതെങ്കിലും കച്ചവട സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനമോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ തങ്ങള് കച്ചവടക്കാരെ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഉസ്താദ് പറയായിരുന്നു എന്ന് പറയും, കച്ചവടക്കാർ വെറും ഒരു പൈസ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പണിയായിട്ട് ഇതിനെ കാണരുത്, നിങ്ങൾ ഇതൊരു സേവനമായി നിയ്യത്ത് ചെയ്യണം, എന്നാൽ ഇതിന് കൂലി കിട്ടും. കച്ചവടം ഒരു സേവനമാണ്, അങ്ങനെയാവണം. അതുകൊണ്ട് ബുദ്ധിമുട്ടാക്കുന്ന അവസ്ഥകൾ കസ്റ്റമറുടെ ഭാഗത്തുനിന്നുണ്ടാവരുത്, കച്ചവടക്കാരുടെ ഭാഗത്തുനിന്നുണ്ടാവരുത്. 2 പേരും ശ്രദ്ധിക്കണം. സംഹൻ ഇദാ ബാഅ വസംഹൻ ഇദാ ഇശ്തറാ. ദുൽമ് ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന സംഗതിയാണ്. അവര് വഞ്ചിക്കപ്പെടുന്നു എന്ന് തോന്നുന്നത്. ഒരു മനുഷ്യനായി ജനിക്കുന്നതോടുകൂടെ അള്ളാഹു അനുവദിക്കുന്ന ചില അവകാശങ്ങളുണ്ട്. അൽ ഹുഖൂഖുൽ ഇൻസാനിയ്യ, ജനങ്ങളുടെ ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യരുടെ അവകാശങ്ങള് ഹബീബാ നബി ഞങ്ങൾ അത് അനുവദിച്ചു കൊടുത്തു. ഒരു മനുഷ്യന്റെ അഭിമാനം, ഒരാളുടെ സമ്പത്ത്, ഒരാളുടെ ശരീരം, ഇത് 3ഉം നിങ്ങൾക്ക് ഹറാമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദമുഹു വഇർളുഹു വമാലുഹു. അറഫ ദിനത്തിൽ ഹജ്ജത്തുൽ വിദാഇന്റെ വിടവാങ്ങൽ പ്രസംഗം നബി ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളെ മുഴുവനും വിളിച്ചു വരുത്തി. എല്ലാവരും ഒരേ ചീർപ്പിന്റെ പല്ല് പോലെ ഒരേ സ്ഥാനക്കാർ. അല്ലാഹുവിന്റെ മുമ്പിൽ മുൻപന്തിയിൽ നിൽക്കുന്നവർ തഖ്വയുള്ളവർ മാത്രം. എല്ലാവരും ആദം നബിയുടെ മക്കൾ. ആദം നബിയാണെങ്കിലോ മണ്ണിൽ നിന്ന് കുല്ലുകും മിൻ ആദം വ ആദമു മിൻ തുറാബ വലാ ലി അസ്വദ അലാ അബിയദ ഇല്ലാ ബിത്തഖ്വാ. അറബി അല്ലാത്തവനേക്കാൾ സ്ഥാനമുള്ളവനല്ല. അറബി അല്ലാത്തൊരു യൂറോപ്യനോ അമേരിക്കനോ ഒരു കനേഡിയനോ അറബിയേക്കാൾ മീതയുമല്ല. വെളുത്തവന് കറുത്തവനേക്കാളോ കറുത്തവന് വെളുത്തവനേക്കാളോ സ്ഥാനമില്ല. ഇല്ലാ ബിത്തഖ്വാ. നിങ്ങളിൽ ആരാണോ അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അവർക്ക് മാത്രമാണ് സ്ഥാനം. ഇത് പറഞ്ഞുകൊണ്ട് തങ്ങൾ ചോദിച്ചു, സ്വഹാബികളെ നിങ്ങൾക്കറിയുമോ മാ ബലദുകും ഹാദാ, ഈ നാടിന്റെ പേരെന്താ നിങ്ങൾക്കറിയുമോ? ഈ നാടിന്റെ പേരെന്താണെന്നറിയുമോ? വമാ യൗമുകും ഹാദാ, ഈ നാളേതാണ്, ദിവസമേതാണെന്നറിയുമോ? വമാ ശഹ്റുകും ഹാദാ, ഇത് ഏത് മാസമാണെന്നറിയുമോ? സ്വഹാബികൾക്കറിയാമായിരുന്നു അത് ഹറമാണ്, അത് ദുൽഹിജ്ജ മാസമാണ്, യൗമുൽ അറഫ, യൗമു അറഫയാണ്. എന്നാൽ നബി തങ്ങൾ അതിന് പുതിയ വല്ല പേരും നിർദ്ദേശിക്കുകയാണോ എന്ന് ആലോചിച്ചു കൊണ്ടവർ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അലം, അല്ലാഹുവിനറിയാം, അവിടുത്തെ റസൂലിനറിയാം. അവിടുന്ന് പറഞ്ഞു, അലൈസ ഹാദാ യൗമുൻ നഹർ, ഇത് യൗമുൻ നഹർ അല്ലയോ? ഇബ്രാഹിം അലൈഹിസ്സലാം ബലിദാനം ചെയ്ത ദിവസമല്ലയോ ഇത് ബലിപെരുന്നാൾ ദിവസമല്ലയോ? അറഫ കഴിഞ്ഞ് പിറ്റേ നാളിലാണ് ഹബീബിന്റെ പ്രഖ്യാപനം. ഇത് ബലിപെരുന്നാൾ ദിവസമല്ലയോ? ഇത് പരിശുദ്ധമായ ഹറമല്ലയോ? പരിശുദ്ധമായ ദുൽഹിജ്ജ മാസമല്ലയോ? അതേ റസൂലേ, ബലാ യാ റസൂലല്ലാഹ്. എന്നാൽ നിങ്ങൾ ഓരോരുത്തരുടെയും ശരീരം, നിങ്ങളുടെ കൈകാലുകൾ, നിങ്ങളുടെ ശരീരം അല്ലാഹു നൽകുന്ന നിങ്ങളുടെ അമാനത്ത്, ആ അമാനത്തിനെ
പ്രഹരിക്കുവാനോ കേടുവരുത്തുവാനോ നശിപ്പിക്കുവാനോ ഒരു മനുഷ്യനും അല്ലാഹു അധികാരം നൽകിയിട്ടില്ല. നിങ്ങളുടെ സമ്പത്തും വസല്ലം. അതുകൊണ്ട് ഒരാളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്നത് ആ മനുഷ്യനോട് ചെയ്യുന്ന ളുൽമാണ്. ഒരാളുടെ സമ്പത്തിൽ കൈകടത്തുന്നത് അവരോട് ചെയ്യുന്ന ളുൽമാണ്. ഒരാളുടെ ദേഹത്തിന് ഉപദ്രവം ഏൽപ്പിക്കുന്നതും ളുൽമാണ്. അതൊരു പക്ഷേ കയ്യൂക്കുള്ളവന് ചെയ്യാൻ പറ്റിയേക്കും, സമ്പത്തുള്ളവനെ ദാരിദ്ര്യമുള്ളവനെ ചൂഷണം ചെയ്യാൻ പറ്റിയേക്കും, മേൽക്കോയ്മ നടിക്കുന്നവനെ താഴേക്കുള്ളവരെ താറടിക്കാൻ സാധിച്ചേക്കും. എന്നാൽ അറിയണേ, ഇതെല്ലാം ഖനീഭവിച്ച ഇരുട്ടിന്റെ കട്ടകളായി നാളെ മഹ്ശറയിലേക്ക് വരും. അവരെ പിടികൂടും, അള്ളാഹുവിന്റെ മുമ്പിൽ തലതാഴ്ത്തേണ്ടി വരും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ളുൽമിനെ അള്ളാഹു അംഗീകരിച്ചിട്ടില്ല. വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വമൻ ഖുതില മദ്ലൂമൻ ഫഖദ് ജഅൽനാ ലിവലിയിഹി സുൽത്താനാ. ജനങ്ങളുടെ ജീവന് വിലയുണ്ട്, ജീവന് അല്ലാഹു നൽകുന്ന മൂല്യമുണ്ട്. വഅനതിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം വഖദ് ഖാബ മൻ ഹമല ളുൽമാ. ഹയ്യും ഖയ്യൂമുമായ എല്ലാം നിയന്ത്രിക്കുന്ന അല്ലാഹുവിന്റെ മുമ്പിൽ വഅനതിൽ വുജൂഹ്, മുഖങ്ങളെല്ലാം താഴ്ത്തി നിൽക്കേണ്ടി വരും. ഖനീഭവിച്ച ദുഃഖഭാരത്താൽ മുഖങ്ങളെല്ലാം താഴ്ത്തി നിർത്തുന്ന ഒരു നേരമുണ്ട്, സങ്കടപ്പെടുന്ന ഒരു നേരമുണ്ട്. വഖദ് ഖാബ മൻ ഹമല ളുൽമാ. ളുൽമ ചെയ്തവർ അവിടെ പരാജയപ്പെടും, അക്രമം ചെയ്തവർ പരാജയപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ളുൽമുകളിൽ ഏറ്റവും വലിയ ളുൽമ് അല്ലാഹു ജല്ല ജലാലുവിനെ, അല്ലാഹുവിന്റെ ഉലൂഹിയത്തിനെയും റുബൂബിയത്തിനെയും അംഗീകരിക്കാതിരിക്കുന്നതോ, അല്ലെങ്കിൽ അല്ലാഹുവിനെ കൂടാതെ വേറെയും ദൈവങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്നതോ ഇസ്ലാമിക പ്രമാണപ്രകാരം ഏറ്റവും വലിയ ളുൽമാൻ. ഇന്നശ്ശിർക ലളുൽമുൻ അദീം. ബഹുദൈവ ആരാധന ഏറ്റവും വലിയ ളുൽമാണ് എന്ന് അല്ലാഹു തആല. ഒരു രാജ്യത്തിന്റെ ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കും, അത് ഒരാളെ പറ്റൂ. ഒരു രാജ്യത്തിന് ഒരു കിങ്, ഒരു രാജാവ് ഒന്നേ പറ്റൂ. ഏത് കുട്ടിക്കും മനസ്സിലാകുന്ന ഈ ലോജിക്കാണ് തൗഹീദ്. അല്ലാഹ് ഏകനാണ്. ഏതുകൊണ്ട് എങ്ങനെ ബോധ്യപ്പെടുന്നു? രണ്ടെണ്ണം വേണോ? വേണ്ടതുണ്ടോ? ഉണ്ടായാൽ പ്രശ്നമാകില്ലേ? എല്ലാറ്റിനും കഴിവുള്ളവനായ സർവേശ്വരനായ ഒരാളെ പറ്റൂ. അത് ഇലാഹ് ഏകനാണ്, ഒന്നാണ്, വാഹിദാണ്, അഹദാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഖുൽ പറയുക നബിയേ, ഹുവല്ലാഹ്, അവൻ അല്ലാഹു അഹദുൻ, ഒരേ ഒരുത്തൻ മാത്രമാണ്, രണ്ടില്ല. അല്ലാഹു സ്വമദ്, അല്ലാഹു സ്വയം നിലനിൽക്കുന്നവനാണ്, ബാക്കിയെല്ലാം അല്ലാഹുവിനെ ആശ്രയിക്കുന്നവരാണ്. ലം യലിദ്, അല്ലാഹുവിന് ഒരു ഉമ്മയും ജന്മം കൊടുത്തതല്ല. വലം ലം യലിദ്, അല്ലാഹു ഒരാളെയും പ്രസവിച്ചിട്ടില്ല. വലം യൂലദ്, ഒരു ഉമ്മക്കോ ഉപ്പക്കോ പ്രസവിക്കപ്പെട്ടവനും അല്ല ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അല്ലാഹുവിന് തുല്യരായി, അല്ലാഹുവിനോളം ഒപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു ശക്തിയും ഈ ലോകത്തില്ല തന്നെ. ഈ തൗഹീദിന് വിരുദ്ധമായ ഏതെങ്കിലും വിശ്വാസമോ ആചാരങ്ങളോ കടന്നു വരുന്നത് ഏറ്റവും വലിയ ശിർക്കാണ്. വമൻ യതഅദ്ദ ഹുദൂദല്ലാഹി ഫഖദ് ളലമ നഫ്സഹു, അല്ലാഹു വെച്ച ഈ തൗഹീദിന്റെ ബൗണ്ടറിയെ മറികടക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ട് നമ്മുടെ ഖൽബിനുള്ളിൽ എപ്പോഴും ഊട്ടി ഉറപ്പിക്കേണ്ടതാണ് തൗഹീദ്. ഇന്നശ്ശിർക ലളുൽമുൻ അദീം. നമ്മുടെ വിശ്വാസങ്ങളിലോ